സർ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ BJP ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാമുമായിട്ട് രംഗത്ത് വന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ മുതിർന്ന ബിഷപ്പുമാരും കർദിനാളും ഒക്കെ ഡൽഹിയിൽ പോവുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പ്രധാനമന്ത്രിയുമായിട്ട് മാത്രമല്ല, അവർ മറ്റു പല മുതിർന്ന നേതാക്കളുമായിട്ടും ചർച്ചകൾ നടത്തി. അപ്പോൾ കൃത്യമായിട്ടും ഒരു BJP ക്രിസ്ത്യൻ സഹകരണം, ക്രിസ്ത്യൻ സഭകളുടെ സഹകരണം ഉരുത്തിരിഞ്ഞു വന്നതാണ്. പക്ഷേ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ക്രിസ്ത്യൻ വോട്ട് BJPക്ക് പറഞ്ഞതുപോലെ ഈ നടത്തിയ മുന്നൊരുക്കങ്ങളെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ക്രിസ്ത്യൻ വോട്ട് BJPയെ വിട്ടിട്ട് കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDFിലേക്ക് പോയി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്തുകൊണ്ടാണ് സർ ഇങ്ങനെ സംഭവിച്ചത്? ഇത് സത്യത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു വിശ്വാസവഞ്ചനയല്ലേ? തീർച്ചയായിട്ടും. ആദ്യം BJPയുടെ കേന്ദ്ര നേതൃത്വവും ഇവിടുത്തെ കേരളത്തിലെ നേതൃത്വവും സഭയുമായിട്ട് ഒരു സന്ധിയിൽ ഏർപ്പെട്ടിരുന്നു, ഊഷ്മളമാക്കി. അത് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റും അവരുടെ മോചനവും തുടങ്ങിയ കാലം മുതൽ തുടങ്ങിയതാണ്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായി വരണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. ആ വിധത്തിൽ വരികയും പിന്നീട് FCRA വന്നപ്പോൾ ആകെ ഭയചകിതരായ സഭ, അപ്പോൾ ബിഷപ്പുമാർ എല്ലാം വീണ്ടും ഒന്ന് ഇളകി മറിഞ്ഞെങ്കിലും BJP നേതൃത്വവുമായി കാണുകയും കിരൺ റിജിജു വന്ന് സംസാരിക്കുകയും അവിടെ പോയി അമിത്ഷായുമായിട്ട് ബിഷപ്പുമാർക്ക് സംസാരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ ബില്ല് മാറ്റിവെക്കുകയും അതിൽ നിങ്ങൾക്ക് അനുഗുണമായ വിധത്തിൽ മാത്രമേ അതൊരു പാർലമെന്ററി സമിതിക്ക് വിടാമെന്നൊക്കെയുള്ള ഒരു ധാരണയായി. അത് മാത്രമല്ല, ഇനി ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തരുന്ന കണക്ക്, പഴയ കേസിലാണല്ലോ ഇത് വരുന്നത്, പഴയ കേസിൽ നിങ്ങൾ തരുന്ന കണക്ക് എന്താണോ അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തോളാം എന്ന രീതിയിൽ വരെ ഉറപ്പ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് ലഭിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയായിരുന്നു. പക്ഷേ വോട്ടിംഗ് ദിനത്തിലാണ് അട്ടിമറി പലരെയും ഞെട്ടിച്ചു കളഞ്ഞത്. അതിന്റെ പ്രതിഫലനമായിരുന്നു ഷോൺ ജോർജും പൊട്ടിത്തെറിച്ച് പ്രതികരിച്ചത്. അത് അവരുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് വളരെ മങ്ങലേൽപ്പിക്കുന്ന വിധത്തിലുള്ള നടപടിയാണ് ചില ബിഷപ്പുമാരുടെ ഭാഗത്തു നിന്ന് ഡയറക്റ്റായിട്ടുണ്ടായത്. അപ്പം ഇതിന്റെ കാരണം പറയുന്നത് 2-3 എണ്ണമാണ്. ഒന്ന്, ഹൈക്കമാൻഡിൽ നിന്ന് അവസാന നിമിഷം ബിഷപ്പുമാരുടെ കാല് പിടിച്ച് വലിയ വിലാപം നടത്തി, ഈ തവണ ഞങ്ങൾക്ക് തീർച്ചയായും ഞങ്ങൾക്കൊരു സപ്പോർട്ട് നൽകണം, ആ സപ്പോർട്ട് ഇനി തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ വൈകിയ വേളയിൽ ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് വേണം, അതല്ലെങ്കിൽ ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിലെ ഞങ്ങളുടെ ഗ്രിപ്പ് മൊത്തത്തിൽ നഷ്ടപ്പെടുന്നതിന് തുല്യമാവും. ഇപ്പോൾ സൗത്ത് ഇന്ത്യ ആണല്ലോ ഇന്ത്യ മുന്നണിയെയും കോൺഗ്രസിനെയും പിടിച്ചു നിർത്തുന്നത്. അപ്പൊ ഇവിടെ ഞങ്ങൾക്കൊരു ബേസ് കിട്ടിയില്ലെങ്കിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന് അത്തരത്തിലൊരു ബേസ് കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ സൗത്ത് ഇന്ത്യയിലെ നിലയും പോയി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ അത് ഒഴിവാക്കാൻ ഹൈക്കമാൻഡിന് അങ്ങനെ അങ്ങ് ഈ സഭയുടെ അടുക്കൽ അത്രയ്ക്ക് വലിയൊരു സ്വാധീനം ചെലുത്താൻ കഴിയുമോ? ഇന്നത്തെ സഭ മാത്രമല്ല, കേന്ദ്രത്തിൽ സഭയിലേക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു പഴയ കോൺഗ്രസ് നേതാവ്, ഇപ്പം ഏതാണ്ട് റിട്ടയർമെന്റിലായിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് വലിയ പിന്തുണ, വലിയ ഇടപെടൽ അതിനകത്തുണ്ടായിരുന്നു. അദ്ദേഹം ഡയറക്റ്റായിട്ട് ഇതുവരെ അദ്ദേഹം ഒരു ബിഷപ്പുമാരോടും പോയി അത്രയ്ക്ക് യാചിക്കുന്ന പോലെ അപേക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇലക്ഷൻ വരുമ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാറില്ല, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് നടത്താറില്ല. അദ്ദേഹം വളരെ ശക്തമായി ഇടപെട്ട് റിക്വസ്റ്റ് നടത്തി. പിന്നെ സോണിയാഗാന്ധി അടക്കമുള്ളവരുടെ ഇടപെടൽ അതിശക്തമായിരുന്നു. ഇതിൽ പറഞ്ഞ കാര്യങ്ങളിൽ 2 എണ്ണമാണ്. ഒന്ന്, ബിഷപ്പുമാരോട് ഈ ഒരു സന്ദർഭത്തിൽ സഹായം വേണമെന്നുള്ളതും. രണ്ടാമത്, 10 വർഷം കഴിഞ്ഞിട്ടും ഇവിടുത്തെ കോൺഗ്രസ് ഇവിടെ ഇല്ലാതിരുന്നതും ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ സഭയ്ക്ക് ലഭിക്കേണ്ട ഒരു ആനുകൂല്യം ലഭിച്ചില്ല എന്നുള്ളതും, ഇനി വന്നാൽ JV കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ പോലെ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും തങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നടപ്പിലാക്കാമെന്നുള്ള വാഗ്ദാനങ്ങൾ വരെ അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ക്രിസ്ത്യൻ സഭകൾക്ക് കൃത്യമായ ഒരു ലീഗ് പറയുന്നത് പോലെ തന്നെ അപ്രമാദിത്വം കിട്ടുന്ന ഒരു സൗകര്യം ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു. അവിടെ ഒരു സംശയമുണ്ട്, ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രിയെ കൊടുക്കാമെന്ന് വല്ല വാഗ്ദാനവും ചെയ്തില്ല? അത്തരത്തിലില്ല. പക്ഷെ അവര് കൂടി
തീരുമാനിക്കുന്ന ഒരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിന് പ്രാധാന്യം ഉണ്ടാവും. കാരണം ക്രിസ്ത്യൻ മുഖ്യമന്ത്രിക്ക് ഇപ്പം അങ്ങനെ ഒരു വോയിസ് ഇല്ല. കാരണം എ കെ ആന്റണിയോ ഉമ്മൻചാണ്ടിയുടെ സ്റ്റേറ്റ് ആളില്ല. അപ്പൊ കേരള മുഖ്യമന്ത്രി ഒരു ക്രിസ്ത്യാനിയെ അങ്ങനെ കൊണ്ടുവന്നാൽ അത് അവർക്ക് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ആയി പോവുകയും ഇവിടെ പാർട്ടിക്കകത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ബെന്നി ബെഹനാനാണ് പിന്നെ ഉള്ളത്. പക്ഷെ അദ്ദേഹത്തിന് എം പി ആണ്. ഇപ്പോ പിന്നെ കെ സി വേണുഗോപാൽ തന്നെ ഇവിടെ വരുന്നതിന് പല എതിർപ്പുണ്ട്. അതെ അതെ. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ കാര്യം കാര്യം ഒട്ടും പറയണല്ലോ. കെ സിക്ക് പിന്നെ വേറൊരു ഗ്രിപ്പുണ്ട്. അവിടെ ഹൈക്കമാൻഡിലെ ഏറ്റവും വലിയ ഒരു രണ്ടാമനോ മൂന്നാമനോ ഒക്കെയാണ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റേച്ചറുണ്ട്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ആശീർവാദമുണ്ട്. അപ്പൊ അദ്ദേഹം വരുന്നതിനേക്കാൾ പാടായിരിക്കും ബെന്നി ബെഹനാനെയൊക്കെ കൊണ്ടുവരാൻ. ആന്റോ ആന്റണിയോ ബെന്നി അതൊന്നും ആ രീതിയിലേക്ക് വളർന്നിട്ടും ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ക്രിസ്ത്യൻ സഭകൾക്ക് തന്നെ അറിയാം. അപ്പൊ അതുകൊണ്ട് തങ്ങൾക്ക് വളരെ പരീക്ഷണത്തിന് അവർ മുതിരില്ല. തങ്ങൾക്ക് വളരെ സേ ഉള്ള ഒരു മുഖ്യമന്ത്രി, അതായത് തങ്ങളുടെയും കൂടി നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി തങ്ങൾക്ക് എപ്പോ വേണോ അപ്രോച്ച് ചെയ്യാനും തങ്ങളുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ. ശരിക്കും കോൺഗ്രസിന്റെ ഈ ഒരു ആവശ്യത്തിന് മുന്നിൽ, സമ്മർദ്ദത്തിന് മുന്നിൽ സഭകൾ വഴങ്ങി സഭകൾ പറഞ്ഞിരുന്ന സപ്പോർട്ട് അല്പം പോലും കൊടുത്തില്ല എന്ന് മാത്രമല്ല, ചില ബിഷപ്പുമാർ കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് പരസ്യമായിട്ട് പറയുകയും ചെയ്തു. അതാണ് കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെയൊക്കെ പി സി ജോർജ് കണക്കറ്റ് വിമർശിക്കാനുള്ള കാരണം. ചില ബിഷപ്പുമാർ ഈ പഴയ കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് ഒന്ന് പതുങ്ങിയിരുന്നു, ഒന്നും പറയാതെ. ഞങ്ങൾ പറയുന്നുമില്ല, പറയാതെ. ഈ കല്ലറങ്ങാട്ട് പിതാവിന്റെ ഒക്കെ കാര്യത്തിൽ അദ്ദേഹം ഒന്നും വേണ്ടില്ല. പിന്നെ ഈ പി സിയുടെ ഇത് വളരെ കൂടിയപ്പോഴാണ് വിമർശനം എല്ലാം അതിലും വിട്ട് വളരെ രൂക്ഷമായപ്പോഴാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതായത് അപ്പൊ അവര് പ്രതീക്ഷിക്കുന്നത് ഇത്തവണ കോൺഗ്രസ് അവർക്ക് ഈ ഒരു തവണ അധികാരത്തിൽ വന്നോട്ടെ. അപ്പൊ ആ പിന്നെ എന്തായാലും ബി ജെ പി പിന്തുണച്ചാലും ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല. അപ്പൊ പിന്നെ കോൺഗ്രസ് വരട്ടെ. കോൺഗ്രസ് വന്നാൽ തങ്ങളുടെ ഒരുപാട് പെൻഡിങ് കിടക്കുന്ന കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് പരിഹരിച്ചെടുക്കാം എന്ന് സഭ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ആഗ്രഹത്തിന്റെ പ്രതിഫലനമായിരുന്നു കഴിഞ്ഞ തവണത്തെ ന്യൂനപക്ഷ പോളറൈസേഷൻ, ക്രിസ്ത്യൻ പോളറൈസേഷൻ യു ഡി എഫിന് അനുകൂലമായി. അപ്പൊ സാർ, ഇത് ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതിനിപ്പോ പാർട്ടി പ്രവർത്തകരെ, കേന്ദ്ര നേതൃത്വത്തെയും ഒക്കെ കൺവിൻസ് ചെയ്യേണ്ടതുണ്ട്. ഇത് ബി ജെ പി എങ്ങനെ സാധിക്കും? ഇത് എന്ത് പറഞ്ഞായിരിക്കും ബി ജെ പി ഇതിനകത്ത് ഇനി തലയൂരാൻ? ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് പോയേ ഉള്ളൂ. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു എന്തെങ്കിലും ഒരിക്കൽ ഭൂരിപക്ഷത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ പിന്തുണ കൂടി വേണം. 100% ക്രിസ്ത്യൻ പിന്തുണ ഭരണത്തിൽ എത്തണമെങ്കിൽ കേവലം ഹിന്ദു വോട്ടുകൾ കൊണ്ട് മാത്രം ഒരിക്കലും സാധിക്കില്ല. കാരണം 50%-ൽ ഒരു 45% വേണമെങ്കിൽ വോട്ട് ചെയ്താൽ പോലും അത് ആ ഒരു പിന്തുണ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന പ്രശ്നമില്ല. കാരണം കോൺഗ്രസും CPM ഒക്കെ ഉള്ളിടത്തോളം കാലം, രണ്ട് മുന്നണികളൊക്കെ ഉള്ളിടത്തോളം അതൊന്നും നടക്കില്ല. അപ്പൊ പിന്നെ ഈ ക്രിസ്ത്യൻ പിന്തുണ അനിവാര്യമാണ്. ഈ രണ്ടും കൂടെ ചേർന്നാലേ ഒരു 50-നപ്പുറം. അല്ല, അത് ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം സാർ, ഈ ഇത്രയൊക്കെ കേരളത്തിൽ കോലാഹലങ്ങൾ നടന്നപ്പോഴും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഈ വിഷയത്തിൽ ഒരു അക്ഷരം മിണ്ടിയില്ല. കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ആള് മത്സരിച്ചു, ജോർജ് കുര്യൻ. അദ്ദേഹം പോലും പറഞ്ഞത് മെയ് 4 കഴിഞ്ഞ് ചർച്ച ചെയ്താൽ പോരെ എന്നാണ് അദ്ദേഹം പറഞ്ഞ് ഈ വിഷയത്തെ അങ്ങ് അവസാനിപ്പിച്ചായിരുന്നു. തീർച്ചയായിട്ടും സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും വലിയ ഒരു പ്രതിരോധത്തിലായിപ്പോയി. കാരണം പി സിയും മകനും ഒക്കെ ഇത്രയും രൂക്ഷമായിട്ട് വിമർശിക്കുക, വാസ്തവത്തിൽ ആക്രമിക്കുകയായിരുന്നു വാക്കുകൾ കൊണ്ട്. അപ്പോൾ അവരുടെ ഒപ്പം നിൽക്കാനും പറ്റില്ല, എന്നാൽ ഇവരുടെ വോട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഇവരെ കയറി അങ്ങ് ന്യായീകരിക്കാനും കഴിയില്ല. അങ്ങനെ വല്ലാത്തൊരു ഗതികേട് നിൽക്കുമ്പോഴാണ് ജോർജ് കുര്യൻ വളരെ സമർത്ഥമായിട്ട് ഈ വിഷയത്തെ അങ്ങ് അവസാനിപ്പിച്ചത്. ഇത്തവണ ക്രിസ്ത്യൻ സഭകൾ ഒരു വെട്ടിലായതാണ്. അതായത് കക്ഷത്തിരിക്കുന്നത് പോവുകയും ചെയ്തത് ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം എന്നുള്ളൊരു നയത്തിലായിപ്പോയി. കേരളത്തിൽ UDF കൊണ്ടുവരികയും വേണം, എന്നാൽ BJP കളയാനും പറ്റില്ല. ഈ രണ്ട് വിധത്തിൽ വന്നപ്പം ഏതെങ്കിലും ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ച് കയറി പിടിച്ചപ്പോൾ കക്ഷത്തിരുന്നത് പോയി. അത് സ്വാഭാവികമായി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനിയിപ്പം 3 കൊല്ലം കഴിഞ്ഞാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ഒരു നിലപാട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വരും. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ദേശീയ തലത്തിൽ ക്രിസ്ത്യൻ സഭകൾ കൂടുതൽ, ഗോവയടക്കം 7 സംസ്ഥാനങ്ങൾ ഇവിടെ നിൽക്കുന്നതല്ല. അതായത് ഇറ്റലി, USA എന്നീ ബന്ധങ്ങളിൽ നിന്ന് തുടങ്ങുന്ന ഒരു കണക്ഷൻ BJP ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദേശീയ അതിനൊന്നും അത്ര പെട്ടെന്ന് അട്ടിമറിക്കാൻ പറ്റില്ല. അതിപ്പോ താൽക്കാലികമായിട്ട് ചില കാര്യങ്ങൾ വന്നെങ്കിലും തീർച്ചയായിട്ടും ക്രിസ്ത്യൻ സഭകൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഈ BJPയെ ആശ്രയിക്കേണ്ടി വരും. കാരണം BJPയെ ആശ്രയിക്കാതെ ഒരു കക്ഷിക്കും മുന്നോട്ട് പോകാൻ ഇന്ത്യയിൽ കഴിയില്ല. പിന്നെ ജാതിമത സംഘടനകൾക്ക് മാത്രമല്ല, ഈ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ചെറിയ കക്ഷികൾക്കും മതവിഭാഗങ്ങൾക്കും ഒന്നും
കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ഇല്ലാതെ പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് മൈനോറിറ്റികൾക്ക് ഇന്ത്യയിൽ പ്രത്യേക സംരക്ഷണവും പിന്തുണയൊക്കെ ലഭിക്കണമെങ്കിൽ, കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ അവരുമായിട്ട് ഒട്ടി നിന്നാലേ നടക്കുകയുള്ളൂ. ഇപ്പോൾ അടുത്ത കാലത്തെങ്ങും BJP വെട്ടി ഒരു ഗവൺമെൻറ് അവിടെ ഉണ്ടാക്കാമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ അത് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഇടക്കാലങ്ങളിൽ BJP അട്ടിമറിക്കാനോ അല്ലെങ്കിൽ മോദി അട്ടിമറിക്കാനോ നടത്തിയ ശ്രമങ്ങൾ അമേരിക്ക പോലും ഇപ്പോൾ ഉപേക്ഷിച്ചു. അതെ, ഇപ്പോ സോറോസിന്റെ ശ്രമങ്ങൾ പോലും ഇപ്പം ഏതാണ്ട് നിർജീവമായിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളൊക്കെ അല്ല സാർ, ഏറ്റവും ഒടുവിൽ ഇപ്പൊ കേൾക്കുന്ന മറ്റേ റഷ്യൻ എണ്ണ വീണ്ടും 30 ദിവസത്തേക്ക് കൂടെ നീട്ടിക്കൊടുത്തു. ഈ അമേരിക്ക സത്യം പറഞ്ഞ കോമാളിയായി മാറിയിരിക്കുകയാണ്. അമേരിക്കയുടെ ബാൻ ഉണ്ടായിരുന്ന സമയത്തും ഇന്ത്യ അവിടുന്ന് എണ്ണ അത് മോദി ഒരു പണിതാണ്. അതായത് ഇന്ത്യ, റഷ്യ, ചൈന എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു അച്ചുതണ്ട് വന്നു കഴിഞ്ഞാൽ ബ്രിക്സ് അങ്ങ് ശക്തിപ്പെടുത്തി. ബ്രിക്സ് മാത്രമല്ല, ഇന്ത്യ, ചൈന, റഷ്യ അച്ചുതണ്ട് അത് അവർ ഏറ്റവും ഭയപ്പെടുത്തിയതാണ്. ഏതാണ്ട് അതിലാണ് അവര് കുറെ കൂടെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. പിന്നെ അമേരിക്കയെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഭയം തോന്നിയാലും ഭയം തോന്നിയില്ലെന്ന് പറയുകയും കൂടുതൽ പ്രൊഷൈസ് ചെയ്യും. പ്രത്യേകിച്ച് ട്രംപിന് അങ്ങനെ ഒരു രീതിയുണ്ട്. അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയെ എത്രയും പെട്ടെന്ന് അമേരിക്കയുടെ പക്ഷത്തേക്ക് നിർത്തണം എന്നുള്ളത് അമേരിക്കയിലെ വലിയൊരു വിഭാഗത്തിന്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന വിഭാഗത്തിന്റെ മൊത്തത്തിൽ ആവശ്യമായിരുന്നു. ഇന്ത്യയെ കൈവിടാൻ പാടില്ല. റഷ്യയും ചൈനയും എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ഇന്ത്യയെ കൈവിടരുത്. അപ്പൊ ആ അവസരം നരേന്ദ്രമോദിക്ക് ഉപയോഗിക്കാൻ പിന്നെ ആരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ, അദ്ദേഹം അത് ഭംഗിയായി ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഈ ഇറാൻ വാറിലൊക്കെ വളരെ നിഷ്പക്ഷമായിട്ട് നമ്മൾ നിന്ന് പോകുന്നത്. ഇല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് പോലും ഇടപെട്ടേനെ. ഇന്റർമീഡിയറ്റ് ആയിട്ട് പോലും പോകുന്നത് നമുക്ക് ഒരുപാട് ദോഷം ചെയ്യും. അതാണ്, അത് വളരെ കൃത്യമാണ്. നമ്മുടെ നയതന്ത്രം വളരെ ക്ലിയർ ആയിട്ട്, അതായത് സ്ട്രാറ്റജിക് സൈലൻസ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഇപ്പം എടുത്തിരിക്കുന്നത്. ആ മെത്തേഡ് പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം ഇനി ഇന്റർനാഷണൽ പോളിസിയിലും അങ്ങനെ ആയിരിക്കും തുടരുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഈ ക്രിസ്ത്യൻ സഭകളുടെ പിന്തുണ BJPക്ക് കൊടുക്കാതിരിക്കാൻ അവർക്ക് നിർവാഹം ഇല്ല. ഇപ്പൊ ഇന്ത്യക്ക് പുറത്തല്ല, കേരളത്തിന് പുറത്ത് എല്ലായിടത്തും ഏതാണ്ട് ആയി കഴിഞ്ഞു. കേരളം, തമിഴ്നാട്, ആന്ധ്രയൊക്കെയാണ് വ്യത്യസ്തമായി നിൽക്കുന്നത്. ബാക്കി എല്ലായിടത്തും അതെ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങള്, ഗോവ എല്ലാം അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഡൽഹി, പിന്നെ ഉത്തരേന്ത്യയിൽ ഡൽഹിയിലടക്കം പല സ്ഥലത്തും സഭകള് BJP ആണ് പിന്തുണയ്ക്കുന്നത്. അവർക്ക് ഗുജറാത്തില് എല്ലാ വിധത്തിലും അത്തരത്തിലുള്ള പിന്തുണ കൊണ്ടാണ് അവർ പോകുന്നത്. BJPക്കും ഒരു പ്രമുഖ ന്യൂനപക്ഷ കക്ഷിയായിട്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗമായിട്ട് ക്രിസ്ത്യൻ നിൽക്കണം എന്നുള്ളതാണ്. ഒപ്പം നിർത്തണം. അത് ഒരു മുസ്ലിം ഗ്രോത്തിന് അല്ലെങ്കിൽ അൺഡ്യൂ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നതിന്, സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നതിനും ക്ലെയിം ഉണ്ടാക്കുന്നതിനും ഒക്കെ തടസ്സം നിൽക്കാൻ ഒരു ക്രിസ്ത്യൻ ബാലൻസ് അവിടെ ആവശ്യമാണ് വേണം എന്നുള്ളതാണ് അവരുടെയും കണക്കൂട്ടൽ. അപ്പൊ രണ്ടു കൂട്ടർക്കും ഇത് എന്താ പറയുന്ന, ഈ പോത്തിന് കടിയും മാറും കാക്കയ്ക്ക് വിശപ്പും മാറും എന്ന് പറഞ്ഞ പോലെ രണ്ടു കൂട്ടർക്കും ഗുണകരമാകുന്ന ഒരു സൊല്യൂഷനിലേക്ക് ഇത് ഭാവിയിൽ പോകും. അതിന് മാത്രമേ സാധ്യതയുള്ളൂ. പിന്നെ ക്രിസ്ത്യൻ സഭകൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ അവര് എപ്പോഴും അവരുടെ വഴി, എളുപ്പ വഴി കണ്ടുപിടിക്കുക രീതിയാണ്. അവർക്ക് ഈ ഫൈറ്റ് ചെയ്ത് അധികം സമയം കളയാനോ ഊർജം കളയുകയും അതിന് പരിക്ക് കേൾക്കുകയൊക്കെ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് എളുപ്പമുള്ള വഴി കൂടി സഞ്ചരിച്ച് എല്ലാവരെയും കണ്ട് ചിരിച്ചും കളിച്ചും അങ്ങനെ പോകുന്ന ഒരു ശൈലി എടുക്കണം എന്നുള്ളതാണ് അവരുടെയും ആഗ്രഹം. അതുതന്നെയാണ് തുടരാനും സാധ്യത. തീർച്ചയായിട്ടും നമുക്ക് വരട്ടെ. ഇനി എന്താണ് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിശകലനങ്ങൾ നടക്കുമെന്ന് തീർച്ചയായിട്ടും ഞാൻ കരുതുന്നു. എന്തായാലും അപ്പോൾ നമുക്ക് വീണ്ടും വരാം. ഓക്കെ, നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.